Hi friends, welcome to Top End Academy. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് 12th മാത്സിലെ എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമാണ്. അപ്പോൾ 6 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാലൻസ് ചാപ്റ്റേഴ്സ് ഇന്ന് നമുക്ക് നോക്കാം. ചാപ്റ്റർ 7 ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽസിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വരുന്നത് നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് അടുത്ത ടേം നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി. അപ്പോൾ ജി ഓഫ് ടി നമുക്ക് തന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാകും. ജി ഓഫ് ടി ഇപ്പോൾ ഡെറിവേറ്റ് ചെയ്യുക. ഡെറിവേറ്റ് എങ്ങനെ ചെയ്യണ്ടേ? ഡി എക്സ് ബൈ dt is equal to g dash of t. ജീനെ ആണ് നമുക്ക് ഡെറിവേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് g dash of t ഡെറിവേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് നമുക്ക് എന്തായിരിക്കും? ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, g dash of t ഇൻറ്റു ഡി ടി. ഇനി ഫംഗ്ഷനിൽ നമുക്ക് എന്താണ് ഫസ്റ്റത്തെ ടേമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ജി ഓഫ് ടി ഇൻറ്റു ഡി എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്, ജി ഓഫ് ടി ഇൻറ്റു ഡി ടി. ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടാൽ മതി. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫോമുല യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കോസിൻ്റെ ഫോമിൽ യൂസ് ചെയ്തിട്ട് വേണം നമുക്കവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻ. നമുക്ക് പർട്ടിക്കുലർ ഫംഗ്ഷൻ ഇതിൽ നമുക്ക് ഫോർമുല വരുന്നത് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2a log modulus of x minus a by x plus a. ഓക്കെ, ഇതാണ് നമുക്ക് എന്താണ് പ്ലസ് സി ഉണ്ട് കോൺസ്റ്റൻറ്റ് ടേം. ഇതാണ് നമുക്ക് എന്താണ് ഇൻ്റഗ്രൽ അല്ല സം പർട്ടിക്കുലർ ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസിൽ നമുക്ക് തന്നെ 6 ഫോർമുലാസ് ഉണ്ട്. 6 ഫോർമുലാസും കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ടോപ്പിക് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. ഇത് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ കാണുന്നത് നോക്കാം. പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എന്താണ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. ഇവിടെ നമുക്ക് എന്തായിരിക്കണം? എക്സ് എ നോട്ട് ഈക്വൽ ടു ബി ആയിരിക്കണം. എയും ബിയും നമുക്ക് എന്തായിരിക്കും ഈക്വൽ ആകാൻ പാടില്ല. എയും ബി ഈക്വൽ ആയി നമുക്ക് എന്താ അവിടെ 0 ആയി പോകും. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് 5 പാർഷ്യൽ ഫ്രാക്ഷൻ ഫോർമുലാസ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് എന്താണ് എല്ലാ ക്വസ്റ്റിനും നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ്. അപ്പോൾ ഫോർമുല എങ്ങനെ വരുന്നത് നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രലിൽ എല്ലാ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നമുക്ക് എന്താണ് ഇൻ്റഗ്രൽ ബൈ പാർട്സ് ഫോമുല യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഫോമുല നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ടോപ്പിക് ഇൻ്റഗ്രൽ ആസ് ദി ലിമിറ്റ് ഓഫ് എ സം. അപ്പം നമുക്ക് ലിമിറ്റ് ഓഫ് എ സം എന്ന് വരുമ്പോൾ ഫോമുല വരുന്നത് ഇൻ്റഗ്രൽ a to b f of x into dx
is equal to limit h to 0 f of h to 0 h into f of a plus f of a plus h plus എന്താണ് n മൈനസ് nth ടേം വരെ നമുക്ക് പോവാം എഫ് ഓഫ് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു എച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് n മൈനസ് 1 വരെ പോവാം. അപ്പോൾ nth ടേം വരെ നമുക്ക് എന്തായിരിക്കും വാല്യൂസ് പോവാം. നെക്സ്റ്റ് ടോപ്പിക് ഫണ്ടമെൻ്റൽ തിയറംസ്. ഫണ്ടമെൻ്റൽ തിയറംസിൽ നമുക്ക് 2 ടേംസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഏരിയ ഫങ്ഷൻ. ഏരിയ ഫങ്ഷൻസിൽ നമുക്ക് ഒരു ഫോർമുലാസ് തന്നെ വരുന്നുണ്ട്. എ ഓഫ് എക്സ് is equal to integral of a to x f of x into dx. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഏരിയ ഫങ്ഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ മെത്തേഡാണ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. അതിൽ നമുക്ക് വരുന്ന ഫോർമുല integral of a to b f of x into dx is equal to f of x b a to b ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണ് is equal to നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇങ്ങനെയായിരിക്കും നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് വൺ നമുക്ക് പ്രോപ്പർട്ടീസ് ആണ്. ലാസ്റ്റ് നമുക്ക് പ്രോപ്പർട്ടീസിൽ കുറച്ച് പ്രോപ്പർട്ടി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു 7 പ്രോപ്പർട്ടീസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 7 പ്രോപ്പർട്ടീസ് നമുക്ക് എന്തായിരിക്കണം കൃത്യമായിട്ട് പഠിക്കുക. ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ 2, 3, 4, 5, 6 ഈ പ്രോപ്പർട്ടി നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് ചോദിക്കാം, പർട്ടിക്കുലർ ഫങ്ഷൻ ചോദിക്കാം, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചോദിക്കാം, ലിമിറ്റും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ചാപ്റ്റർ 8 ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ്. അപ്പോൾ 7th ചാപ്റ്റർ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് 8th ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ഏരിയ അണ്ടർ സിമ്പിൾ കർവ്. സിമ്പിൾ കർവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഇതിൽ 4 ഫോർമുലാസ് ഉണ്ട്. 4 ഫോർമുലാസും കൃത്യമായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് സിമ്പിൾ കർവ് എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്താണ് എ ടു ബി വൈ ഇൻറ്റു, അപ്പോൾ വൈയുടെ ടേം വരുമ്പോൾ എന്താണ് നമുക്ക് വൈ ഇൻറ്റു ഡി ഓഫ് എക്സ് ആണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് എ ടു ബി എഫ് ഓഫ് വൈ ഇൻറ്റു ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ നമുക്ക് എഴുതേണ്ടത് എ ടു ബി എക്സ് ഇൻറ്റു ഡി വൈ. അപ്പോൾ എക്സിൻ്റെ ടേം വരുമ്പോഴും വൈയുടെ ടേം വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എഫ് ഇൻ്റഗ്രൽ ഓഫ് എ ടു സി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് സി ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതാണ് നെക്സ്റ്റ് ഫോർമുല വരുന്നത്. അത് നമുക്ക് എന്താണ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വരുമ്പോഴാണ്. നെക്സ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ടു ഇൻറ്റു എഫ് ഓഫ് എക്സ് into dx minus integral of a to b f1 of x into dx. അപ്പോൾ നമുക്ക് എന്താണ് ഈ 4 ഫോർമുല നോക്കി വയ്ക്കുക. എന്നാലേ നമുക്ക് സിമ്പിൾ കർവ് എങ്ങനെയാണ് വരുമ്പോഴെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നെക്സ്റ്റ് ഏരിയ റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് ബൈ ലൈൻ. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. y is equal to x square, y is equal to 4. ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും? അപ്പിലോട്ടാണ് വരയ്ക്കേണ്ടത്, മുകളിലോട്ടാണ് നമുക്ക് കർവ് വരയ്ക്കേണ്ടത്. ലൈൻ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ലൈൻ എന്താണ്? y is equal to 4, കർവ് എന്താണ്? x square is equal to y. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഏരിയ ബിറ്റ്വീൻ 2 കർവ്. ഏരിയ ബിറ്റ്വീൻ 2 കർവിൽ നമുക്ക് 2 കർവായിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നതിൽ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ 2 കർവ് വരാം. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ വരച്ചിരിക്കുന്നത് അപ്പിലോട്ടാണ്, അത് നമുക്ക് ഡൗണിലോട്ട് വരാം, ലെഫ്റ്റ് റൈറ്റ്.
ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കാവുന്നത് അതുപോലെയാണ് നമ്മൾ കർവ് വരയ്ക്കേണ്ടത്. കർവ് വരച്ച് പോയിന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഷേഡഡ് റീജിയൻ ആണെങ്കിൽ ഷേഡഡ് റീജിയൻ ആയിട്ട് മാർക്ക് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഫോർമുലാസ് വരുന്നത് ഇൻ്റഗ്രൽ ഓഫ് a to b f of x minus g of x into dx. ഇതാണ് നമുക്ക് ഏരിയ ബിറ്റ്വീൻ ടു കർവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ചോദിക്കുന്നത് ഫസ്റ്റ് സിമ്പിൾ കർവ് ചോദിക്കാം, ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് ലൈൻ ചോദിക്കാം. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനുമാണ് നമുക്ക് ചോദിക്കാവുന്നത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ചാപ്റ്റർ 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ഡിഗ്രി ആൻഡ് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിഗ്രിയും ഓർഡറാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിഗ്രി എന്താണ്, ഇതിലെ ഡിഗ്രി എന്താണ്, ഓർഡർ എന്താണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ, സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വൺ, വേരിയബിൾ സെപ്പറേറ്റ് ടൈപ്പ്. വേരിയബിൾ സെപ്പറേറ്റ് ടൈപ്പിൽ നമുക്ക് 3 സെക്ഷൻ വരുന്നുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുന്ന ഫോർമുല ആണ് നമുക്ക് y is equal to vx. y is equal to vx ആണെങ്കിൽ vയുടെ വാല്യൂ എന്തായിരിക്കും? y by x. y by x ആണ് vയുടെ വാല്യൂ. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. dy by dx is equal to v plus x into dv by dx. ഇതാണ് നമുക്ക് ഈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് വൺ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകുക, കാരണം ഇത് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. dy by dx പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ. ഇതിൽ പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷൻ ആണ് കേട്ടോ. ഫങ്ഷൻ ഓർ കോൺസ്റ്റൻറ്റ് ടേം ആണ്, നമുക്ക് ഒരു ഫങ്ഷൻ ആണ്. അപ്പോൾ ഐ എഫ്, ഇതിൽ ഐ എഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇ പവർ ഇൻ്റഗ്രൽ ഓഫ് പി ഇൻറ്റു ഡി എക്സ്. ഇപ്പോൾ വൈ ഇസ് ഈക്വൽ, ഇപ്പോൾ നമുക്കെന്താണ് ലാസ്റ്റ് ഫങ്ഷൻ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. വൈ ഇൻറ്റു ഐ എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഐ എഫ്. ഐ എഫ് മീൻസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. സി പ്ലസ് സി കോൺസ്റ്റൻറ്റ് ടേം ആണ് നമുക്ക്. ഇനി നമുക്ക് ഇത് വൈയുടെ ടേം ആണ് തന്നിട്ടുള്ളത്. ഇനി എക്സിൻ്റെ ടേം വരുവാണെങ്കിൽ നമുക്ക് എന്താണ്? വൈയുടെ ടേമിൻ്റെ സ്ഥലത്ത് എക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഡി വൈ ബൈ ഡി എക്സ്, അപ്പോൾ ഈ പവർ ഇൻ്റഗ്രൽ ഓഫ് പി ഇൻറ്റു ഡി എക്സ് ആണെങ്കിൽ എന്താ? പി ഇൻറ്റു ഡി വൈ ആണ് വരിക. ലാസ്റ്റ് ഇക്വേഷൻ എക്സ് ഇൻറ്റു ഐ എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഐ എഫ് ഇൻറ്റു ഡി വൈ പ്ലസ് സി. ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് ചോദിക്കാവുന്നത് ഡിഗ്രി ആൻഡ് ഓർഡർ ചോദിക്കാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ചോദിക്കാം, ഹോമോജീനിയസ് ആൻഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ചോദിക്കാവുന്നൊരു ടോപ്പിക്കാണ്. അപ്പം ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.
നെക്സ്റ്റ് ചാപ്റ്റർ 10 വെക്റ്റർ ആൾജിബ്ര. ഇപ്പോൾ വെക്റ്റർ ആൾജിബ്രയിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് എന്താണ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ്. ഈക്വൽ, കൊലീനിയർ, ലൈക്ക് ആൻഡ് അൺലൈക്ക്, യൂണിറ്റ് വെക്ടേഴ്സ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയത് എന്താണ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ് നമുക്ക് വരുന്നത്. യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സ് വിത്ത് മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആയിരിക്കും. സെക്കൻഡ് ടോപ്പിക് കോമ്പണൻറ്റ് ഫോം ഓഫ് എ വെക്ടർ. ഇതിൽ നമുക്ക് വരുന്നത് ഇപ്പം നമുക്കൊരു മോഡലസ് തരുവാണെങ്കിൽ ഇപ്പോൾ ഒ പി വെക്ടർ തരുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ എൽ എം എൻ ദി ഡയറക്ഷൻ ഓഫ് കോസൈൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോരോ വാല്യൂസും കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് പി വാല്യൂ ബി ബൈ റൂട്ട് ഓഫ് സെയിം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. സിയുടെ വാല്യൂ എന്താണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് അഡീഷൻ വെക്റ്റർ. അഡീഷൻ വെക്ടേഴ്സിൽ നമുക്ക് വരുന്നത് എ ബി വെക്റ്റർ പ്ലസ് ബി സി വെക്റ്റർ പ്ലസ് സി എ വെക്റ്റർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ട്രയാങ്കിളിലാണ് വരുന്ന വെക്റ്റർ അഡീഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് ടേംസ് വരുവാണെങ്കിൽ എന്താണ് എ പ്ലസ് ബി ആഡ് ചെയ്യുക, അതാണ് നമുക്ക് എന്താണ് അഡീഷൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ വെക്റ്റർ. മൾട്ടിപ്ലിക്കേഷൻ വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ടേം തന്നിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ രണ്ട് വാല്യൂസ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ. നെക്സ്റ്റ് വെക്റ്റർ ജോയിനിങ് 2 പോയിൻറ്റ്സ്. വെക്റ്റർ ജോയിനിങ് 2 പോയിൻറ്റ്സിൽ നമുക്ക് വരുന്നത് പി ക്യു വെക്റ്റർ. രണ്ട് വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പോയിൻറ്റ്സ് ഫസ്റ്റ് നമുക്ക് എഴുതണം. പോയിൻറ്റ്സ് പി എന്ന പോയിൻറ്റ് A1, A2, A3 ആൻഡ് ക്യു വെക്റ്ററിൽ B1, B2, B3. ഇങ്ങനെ രണ്ട് പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വെക്റ്റർ ജോയിനിങ് 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ B1 മൈനസ് A1 ഇൻറ്റു I പ്ലസ് B2 മൈനസ് A2 ഇൻറ്റു J പ്ലസ് B3 മൈനസ് A3 ഇൻറ്റു K. ഇതാണ് നമുക്ക് വെക്റ്റർ ജോയിനിങ് 2 പോയിൻറ്റ്സ്. ഇനി നെക്സ്റ്റ് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുലയിൽ നമുക്ക് എന്താണ് 3 ടൈപ്പ് വരുന്നുണ്ട്. internally, externally and midpoint. ഇത് മൂന്നുമാണ് നമുക്ക് സെക്ഷൻ ഫോർമുലയിൽ ചോദിക്കാവുന്നത്. അടുത്താണ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സിൽ നമുക്ക് ഫോർമുല വരുന്നത് എ വെക്ടർ ഡോട്ട് ബി വെക്ടർ is equal to modulus of a vector into modulus of b vector cos theta. ഇതാണ് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്. ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എ വെക്ടർ ക്രോസ് ബി വെക്ടർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ വെക്ടർ മോഡുലസ് ഓഫ് ബി വെക്ടർ ഇൻറ്റു സൈൻ തീറ്റ. ഇതാണ് നമുക്ക് ക്രോസ് പ്രോഡക്റ്റിൽ ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ ബോക്സ് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്. ബോക്സ് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സിൽ 3 വെക്ടർ തന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എന്താണ് എ ഇൻറ്റു ബി വെക്ടർ ക്രോസ് ബി വെക്ടർ എന്ന് ചെയ്യാം. ഇതാണ് നമുക്ക് ബോക്സ് പ്രോഡക്റ്റിൽ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല modulus of a vector cross modulus of b vector divided by modulus of a into modulus of b. അടുത്തത് ബോക്സ് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. ബോക്സ് പ്രോഡക്റ്റിൽ വരുന്നത് ഇപ്പോൾ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ എ വെക്ടർ ബി വെക്ടർ സി വെക്ടർ എ ബി സി വെക്ടർ ആണ് നമുക്ക് എന്താണ് ബോക്സ് പ്രോഡക്റ്റ് ആയിട്ട് തരുന്നത്. എ വെക്ടർ ബി വെക്ടർ സി വെക്ടർ അല്ലെങ്കിൽ നമുക്ക് എന്താണ് എ ബി സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. A B C.
ഇനി നെക്സ്റ്റ് വരുന്നത് പ്രോപ്പർട്ടീസ് ആണ്. കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 10 പഠിക്കാനുള്ളത് ക്രോസ് പ്രോഡക്റ്റ്, ആംഗിൾ ബിറ്റ്വീൻ ടു ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് സെക്ഷൻ ഫോമിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്, പിന്നെ അഡീഷൻ വെക്ടേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ വെക്ടേഴ്സ് എല്ലാം നന്നായിട്ട് നോക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 11 3 ഡയമെൻഷണൽ ജോമെട്രി. 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഡയറക്ഷൻ ഓഫ് കോസൈൻ ആൻഡ് ഡയറക്ഷൻ റേഷ്യോ. ഡയറക്ഷൻ ഓഫ് കോസൈൻ, ഡയറക്ഷൻ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? a by root of a square plus b square plus c square, b by root of a square plus b square plus c square, c divided by root of a square plus b square plus c square. ഇങ്ങനെയാണ് നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കേണ്ടത്. ഈ നെക്സ്റ്റ് വൺ ഇക്വേഷൻ ഓഫ് എ ലൈൻ വെൻ എ പോയിന്റ് ആൻഡ് പാരലൽ ഡയറക്ഷൻ റേഷ്യോസ്. ഇവിടെ നമുക്ക് എന്താണ് വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ 2 ഫോർമുലാസ് ഉണ്ട്, 2 ഫോർമുലാസും നന്നായിട്ട് നോക്കുക. ഇനി നെക്സ്റ്റ് വൺ ഇക്വേഷൻ ഓഫ് എ ലൈൻ വെൻ 2 പോയിൻറ്റ്സ്. ഇതിൽ നമുക്ക് എന്താണ് വെൻ 2 പോയിൻറ്റ്സിൽ നമുക്ക് വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഫോർമുലാസും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. 2 ടേമിലെയും വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. ഫോർമുല cos തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു മോഡുലസ് ഓഫ് b2 വെക്ടർ. ഇതാണ് നമുക്ക് വെക്ടർ ഫോം. 2 വെക്ടർ തന്നിട്ട് തീറ്റ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി അടുത്തത് ഷോർട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻ. ഷോർട്ട് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ 2 വെക്ടർ തന്നിട്ടുണ്ടാകും. അതിലെന്താണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? d is equal to മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ ക്രോസ് ആണ്, b1 വെക്ടർ ക്രോസ് b2 വെക്ടർ ഇൻറ്റു a2 വെക്ടർ മൈനസ് a1 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 വെക്ടർ ക്രോസ് മോഡുലസ് ഓഫ് b2 വെക്ടർ. ഇതാണ് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി അടുത്തത് പ്ലെയിൻ ഇൻ സ്പേസ്. പ്ലെയിൻ ഇൻ സ്പേസിൽ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ഫോർമുലാസ് തന്നിട്ടുള്ളത്. ഇനി അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസിൽ നമുക്ക് ഫോർമുലാസ് തന്നിട്ടുണ്ട്. ഫോർമുലാസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഡയറക്ഷൻ ഓഫ് കോസൈൻ ആൻഡ് ഡയറക്ഷൻ റേഷ്യോ ചോദിക്കാം. അടുത്ത നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ചോദിക്കാം, ഇക്വേഷൻ ഓഫ് എ ലൈൻ ചോദിക്കാം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കാം. അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ 2 പ്ലെയിൻസ് ചോദിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ 12 ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിങ്ങിൽ 3 ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 3 ടോപ്പിക്സും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ആ 3 ടോപ്പിക്സും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 13 പ്രോബബിലിറ്റി. ലാസ്റ്റ് ചാപ്റ്ററാണ് നമുക്ക് പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് പ്രോബബിലിറ്റിയിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ നമുക്ക് എന്താ P of A by B. P of A by B is equal to n of A intersection B, n of A intersection B divided by n of B. അപ്പോൾ നമുക്ക് P of probability ടേമിനെ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ ചെയ്യാം? P of B by A, P of A by B is equal to P of A intersection B, P of A intersection B divided by എന്താണ്? നമുക്ക് സെയിം കിട്ടിയ ടേം തന്നെയാണ് P of B. അപ്പോൾ ഇതിൽ P of B എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. P of B 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം
പി ഓഫ് ബി എന്താണ് 0 ആകാൻ പാടില്ല. ഇനി നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ബൈ ബി. ഇനി അടുത്തത് പി ഓഫ് എ ബൈ ബി ആണ്. ഇനി നെക്സ്റ്റ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബൈ എ. അപ്പോൾ 2 ഫോർമുലാസ് ഉണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്. ഇൻഡിപെൻഡൻറ്റ് ഈവൻസിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് പി ഓഫ് എ ബൈ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ. അടുത്ത എന്താണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. നെക്സ്റ്റ് ഇനി 3 ടേം വരുവാണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. ഇതാണ് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് തിയറം ഓഫ് പ്രോബബിലിറ്റി. തിയറം ഓഫ് പ്രോബബിലിറ്റിയിൽ നമുക്ക് ഫോർമുല വരുന്നത് പി ഓഫ് എ ഇസ് ഈക്വൽ ടു P of A is equal to P of E1 into P of A by E1 plus P of E2 into P of A by E2 etc. അങ്ങനെ nth ടേം വരെയാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ബേസ് തിയറം. ബേസ് തിയറം നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസ് തിയറം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ബേസ് തിയറത്തിൽ നമുക്ക് വരുന്നത് പി ഓഫ് ഇ ഐ ബൈ ഇ ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ ഐ ഇൻറ്റു പി ഓഫ് എ ബൈ ഇ വൺ divided by P of E1 P of EI into P of A by EI. ഇപ്പോൾ ഇവിടെ നമുക്ക് I എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 1 2 3 എക്സെട്ര nth ടേം വരെയാണ് നമുക്ക് നമ്പർ ചോദിക്കാവുന്നത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഫസ്റ്റ് നമുക്ക് ഉണ്ട് എക്സ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ്. ഫസ്റ്റ് വൺ എക്സ്, അടുത്തത് പി ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സിൻ്റെ വാല്യൂ x1 x2 അങ്ങനെ nth ടേം xn വരെ നമുക്ക് പോവാം. അടുത്തത് പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ പി ഓഫ് 1 p2 എക്സെട്ര px വരെയാണ് നമുക്ക് ചോദിക്കുന്നത്. നെക്സ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമുക്ക് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇത് നമുക്ക് എന്താണ് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വേരിയൻസ് കണ്ടുപിടിക്കാൻ. അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ചോദിക്കാം. അടുത്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് വരുന്ന ഫോർമുല പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n സി ആർ ക്യൂ പവർ n മൈനസ് എക്സ് ഇൻറ്റു പി എക്സ്. ഇതാണ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് എക്സാമിന് വരാവുന്ന ടോപ്പിക്കാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം വരാം, തിയറം ഓഫ് പ്രോബബിലിറ്റി വരാം, ബേസ് തിയറം ചോദിക്കാം, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാം, ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചോദിക്കാവുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ്
നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 13 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്.